ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. എം വിശ്വേശ്വരയ്യ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ ഈ കൃതി കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ദ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അദ്ദേഹം രചിച്ച കൃതിയാണ് ദ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ആണ്. അദ്ദേഹം രചിച്ച കൃതിയാണ് ദ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അദ്ദേഹം ജനിച്ച വർഷം 1860 സെപ്റ്റംബർ 15-നാണ്. എം വിശ്വേശ്വരയ്യ ജനിച്ചത് 1860 സെപ്റ്റംബർ 15-നാണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 എൻജിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നു. നോട്ട് ചെയ്യാം. സെപ്റ്റംബർ 15 എം വിശ്വേശ്വരയ്യ ജനിച്ച ദിവസമാണ്. ആ ദിവസമാണ് എൻജിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 1860 സെപ്റ്റംബർ 15-നാണ് എം വിശ്വേശ്വരയ്യ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 എൻജിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ജൂൺ 29. PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ജൂൺ 29. ഇന്ത്യയിൽ ജൂൺ 29 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട്. PC മഹലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയിൽ സാധാരണയായി പഞ്ചവത്സര പദ്ധതികളായാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്തിയിരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗിലെ നീതി എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി എന്നതിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നീതി ആയോഗാണ്. നീതി എന്നതിൻ്റെ പൂർണ്ണരൂപം നോട്ട് ചെയ്യാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. ഓക്കെ. ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമാണ്. സെപ്റ്റംബർ 15 എൻജിനീയേഴ്സ് ദിനമാണ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1-നാണ്. ആദ്യ യോഗം നടന്നത് 2015 ജനുവരി 8-നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ യോഗം 2015 ജനുവരി 8-നാണ്. പ്രധാനമന്ത്രിയാണ് സമിതിയുടെ അധ്യക്ഷൻ. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ. അപ്പോൾ പ്രധാനമന്ത്രി ആണ് സമിതിയുടെ അധ്യക്ഷൻ. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ. സമിതിക്ക് ഒരു ഉപാധ്യക്ഷനും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടാവും. സമിതിക്ക് ഒരു ഉപ അധ്യക്ഷനും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടാവും. അരവിന്ദ് പനഗിരിയ ആണ് ആദ്യ ഉപാധ്യക്ഷനായിട്ട് നിയമിതനായത്. സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും നീതി ആയോഗ് ഭരണസമിതി അംഗങ്ങളാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും നീതി ആയോഗ് ഭരണസമിതി അംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നീതി ആയോഗാണ്. നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ആദ്യ യോഗം 2015 ജനുവരി 8-നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപ അധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗിരിയ. ഓക്കെ. ആസൂത്രണ കമ്മീഷൻ നോക്കാം. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. നോട്ട് ചെയ്യുക. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്.
ഇതൊരു ഉപദേശക സമിതിയായിരുന്നു. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയായിരുന്നു. നോട്ട് ചെയ്യുക, ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയായിരുന്നു, അഡ്വൈസറി ബോഡിയായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. പ്രധാനമന്ത്രി തന്നെയായിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ നന്ദ. അവസാനത്തെ ഉപാധ്യക്ഷനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? 2014 മെയ്യിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാവുകയും പകരം 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. 2014 മെയ്യിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാവുകയും പകരം 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1-നാണ് നിലവിൽ വന്നത്. നോട്ട് ചെയ്യുക, 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് പഞ്ചവത്സര പദ്ധതികളാണ് നോക്കുന്നത്. ഹാരോൾഡ് ഡോമർ മോഡൽ പ്രകാരം നടത്തപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. നോട്ട് ചെയ്യുക, ഹാരോൾഡ് ഡോമർ മോഡൽ പ്രകാരം നടത്തപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1951 ഏപ്രിൽ 1-ാം തീയതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജലസേചനം, കാർഷിക മേഖല എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ ജലസേചനം, കാർഷിക മേഖല എന്നിവയ്ക്കാണ്. അതിനാൽ കാർഷിക പദ്ധതി എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട പദ്ധതികളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട പദ്ധതികളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നീ വൻകിട പദ്ധതികളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഓക്കെ, നെക്സ്റ്റ് പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖവും രൂപരേഖയും തയ്യാറാക്കിയത്. നോട്ട് ചെയ്യുക, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖവും രൂപരേഖയും തയ്യാറാക്കിയത് KN രാജാണ്. നെക്സ്റ്റ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. 1956-61 ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. വൻകിട വ്യവസായ മേഖലയുടെ ഉന്നമനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. അതിനാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നാണ്. അപ്പോൾ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലഘട്ടം നോട്ട് ചെയ്യുക, 1956-61. നെക്സ്റ്റ്, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വൻകിട ഉരുക്ക് നിർമ്മാണശാലകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. നോട്ട് ചെയ്യുക, ബൊക്കാറോ ഒരു ചെറുതായിട്ട് ബജിയ ഫസ്റ്റ് വേർഡ് കണക്ട് ചെയ്യുക കേട്ടോ. ബൊക്കാറോ ബജി. അപ്പോൾ ജാർഖണ്ഡ്. റൂർക്കേല ഒഡീഷ. റൂർക്കേല എവിടെയാണ്? ഒഡീഷ. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. നോട്ട് ചെയ്യുക. നെക്സ്റ്റ്,
1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നിമിത്തം പ്രതീക്ഷിച്ച ഫലം നേടാൻ കഴിയാതെ പോയ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. നോട്ട് ചെയ്യുക. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നിമിത്തം പ്രതീക്ഷിച്ച ഫലം നേടാൻ കഴിയാതെ പോയ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം 1961 to 66. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 to 66. അപ്പോൾ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഉരുക്ക് നിർമ്മാണശാലകൾ നമ്മൾ പറഞ്ഞു. ബൊക്കാറോ ജാർഖണ്ഡിലാണ്, റൂർക്കേല ഒഡീഷ, ഭിലായ് ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. ദെൻ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1961 to 66. നെക്സ്റ്റ്, ഇന്ത്യൻ ആസൂത്രണ മേഖലയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം. ഇന്ത്യൻ ആസൂത്രണ മേഖലയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് 1966 to 69. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം 1966 to 69. ഈ കാലഘട്ടത്തിൽ 3 വാർഷിക പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നെക്സ്റ്റ്, അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 to 1974. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 to 1974. നെക്സ്റ്റ്, 20ദിന പരിപാടി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 20ദിന പരിപാടി നടപ്പിലാക്കിയത് 5ആം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നോട്ട് ചെയ്യുക. 20ദിന പരിപാടി നടപ്പിലാക്കിയത് 5ആം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1974-79 ആയിരുന്നു 5ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 1974 to 79 വരെയായിരുന്നു 5ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ആം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ആം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കാലഘട്ടം 5ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 to 79. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവും 5ആം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നോട്ട് ചെയ്യുക. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവും 5ആം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. നെക്സ്റ്റ്, 1977-79 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. കാലഘട്ടം 1977 to 79. പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? മൊറാർജി ദേശായി. നെക്സ്റ്റ്, ഏത് കൃതിയിലൂടെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുണാർ മിർദൽ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? ഏത് കൃതിയിലൂടെയാണ്? ഏഷ്യൻ ഡ്രാമ. നോട്ട് ചെയ്യുക. ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലൂടെയാണ് ഗുണാർ മിർദൽ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. നെക്സ്റ്റ്, IRDP, RLEGP തുടങ്ങിയ സാമൂഹിക വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 6ആം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് ഏതൊക്കെ കാലഘട്ടത്തിലാണ്? 1990 to 91, 91 to 92 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത്. 1990 to 91, 91 to 92 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ആം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ആം പഞ്ചവത്സര പദ്ധതിയാണ്. 12ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നോട്ട് ചെയ്യുക. 2012 to 2017 12ആം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 2012 to 2017. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ആം പഞ്ചവത്സര പദ്ധതിയാണ്. വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 1990 to 91, 91 to 92 കാലഘട്ടത്തിലാണ്. ഓക്കെ.